ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ബജാജ് ഗ്രൂപ്പിൽ നിന്നും ഒരു IPO വരുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഏറെ കാത്തിരുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ IPO ആണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു IPO അലേർട്സ്. ആദ്യം നമുക്ക് കമ്പനിയെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയായ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് 2008 പ്രവർത്തനം ആരംഭിച്ചത്. 2015 നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ആയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് രജിസ്റ്റർ ചെയ്യുന്നത്. 2018 മുതലാണ് കമ്പനി വായ്പകൾ നൽകാൻ ആരംഭിക്കുന്നത്. ബജാജ് ഫിൻസർവിന് 51% ഹോൾഡ് ചെയ്യുന്ന ബജാജ് ഫിനാൻസിന്റെ ഒരു ഫുള്ളി ഓണഡ് സബ്സിഡറിയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ഹോം ലോൺസ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലോൺസ് എന്നിവയാണ് കമ്പനിയുടെ മെയിൻ സർവീസുകളായി വരുന്നത്. മോർഗേജ് പ്രോഡക്ട്സ് ആയി ഹോം ലോൺസ് അതുപോലെ തന്നെ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി അതായത് LAP, പിന്നെ അതുപോലെ തന്നെ റൺ കൺസെഷൻസ്, ഡെവലപ്പർ ഫൈനാൻസ് എന്നിവയാണ് കമ്പനിക്കുള്ളത്. ഇതിൽ 20 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ 174 നഗരങ്ങളിലായി 215 ബ്രാഞ്ചുകളാണ് കമ്പനിക്കുള്ളത്. നിലവിലെ കണക്കനുസരിച്ച് കമ്പനിക്ക് 3 ലക്ഷത്തിലധികം ആക്റ്റീവ് കസ്റ്റമേഴ്സ് ആണുള്ളത്. അതിൽ 81% ഹോം ലോൺ കസ്റ്റമേഴ്സ് ആണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്പർ ലെയർ NBFCക്ക് കീഴിലാണുള്ളത്. RBIയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് അപ്പർ ലെയറിലുള്ള NBFCകൾ 2025 സെപ്റ്റംബറിനകം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. കഴിഞ്ഞ 6 സാമ്പത്തിക വർഷത്തിൽ 71% CAGRൽ കമ്പനിയുടെ AUM അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 971 ബില്യൺ രൂപയിലെത്തി. ഇനി നമുക്ക് IPO അനാലിസിസിലേക്ക് അടുക്കാം. ഈ IPOയിലൂടെ ഏകദേശം 6560 കോടി രൂപ ജനറേറ്റ് ചെയ്യാനാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ 3560 കോടി രൂപ ഫ്രഷ് ഇഷ്യൂസ് വഴിയും 3000 കോടി രൂപ ഓഫർ ഫോർ സെയിൽ വഴിയുമാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 9 ആരംഭിക്കുന്ന IPO അവസാനിക്കുക 11 ഷെയർസിന്റെ അലോട്ട്മെന്റ് സെപ്റ്റംബർ 12 പൂർത്തിയാവും. സെപ്റ്റംബർ 13 ഷെയർസ് അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഹരികൾ NSE, BSE എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ 16 ലിസ്റ്റ് ചെയ്യുക. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർസിന്റെ പ്രൈസ് ബാൻഡ് 66 രൂപ മുതൽ 70 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ ഏകദേശം 214 ഷെയർസ് ആണ് ഉള്ളത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 14,980 രൂപയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം 13 ലോട്ടുകൾക്ക് വരെ അപ്ലൈ ചെയ്യാം. എലിജിബിൾ എംപ്ലോയീസിനായി 200 കോടി രൂപയുടെ ഷെയർസ് ആണ് കമ്പനി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേസമയം 500 കോടി രൂപയുടെ ഷെയർസ് ബജാജ് ഫിനാൻസ് അതുപോലെ തന്നെ ബജാജ് ഫിൻസർവ് എന്നിവയുടെ എലിജിബിൾ ഷെയർ ഹോൾഡേഴ്സിനായും കമ്പനി നീക്കി വെച്ചിട്ടുണ്ട്. ഇഷ്യൂവിന്റെ 50% QIB അഥവാ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനായിരിക്കും. NIISന് അഥവാ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 15%, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 35%മാണ് കമ്പനി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി, ബോഫ സെക്യൂരിറ്റീസ് ഇന്ത്യ അതുപോലെ തന്നെ ആക്സിസ് ക്യാപിറ്റൽ, ഗോൾഡ്മാൻ സാക്സ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ്, JM ഫിനാൻഷ്യൽ, IIFL സെക്യൂരിറ്റീസ് എന്നിവരാണ് IPOയുടെ ലീഡ് മാനേജേഴ്സ്. അതുപോലെ തന്നെ KFin ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് IPO രജിസ്ട്രാർ. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ അനാലിസിസിലേക്ക് കടക്കാം. കമ്പനിയുടെ ഫൈനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രോഫിറ്റ് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2022 709 കോടി രൂപയിലധികം ലാഭത്തിൽ ഉണ്ടായിരുന്ന കമ്പനി 2023 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ 1257 കോടി രൂപയിലധികമായി. അതായത് 77% ഗ്രോത്ത് ആണ് ഇത് കാണിച്ചത്. 2024 കമ്പനിയുടെ ലാഭം 37% ഉയർന്ന് 1731 കോടി രൂപ മറികടന്നു. ഈ ഒരു സെയിം ടൈം പീരീഡിൽ കമ്പനിയുടെ ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ 2022 3767 കോടി രൂപയിലധികമായിരുന്നു. ഇത് 2023 50% വളർച്ചയോടെ 5665.44 കോടി രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ
34.46% കുതിപ്പോടെ 7,617.71 കോടി രൂപയായി കമ്പനി രേഖപ്പെടുത്തി. കമ്പനിയുടെ വരുമാനത്തിലെ 90% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റിൽ നിന്നുമുള്ള ഇൻകം ആയിരുന്നു. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അതായത് AUM ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ് ആയി വരുന്നതാണ് കാണാൻ സാധിക്കുക. 2022 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ AUM 53,321 കോടി രൂപയായിരുന്നു. ഇത് 2023 29.8% ഉയർന്ന് 69,227 കോടി രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ 32% കുതിപ്പോടെ 91,370.4 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഈ ഒരു സെയിം ടൈം പീരീഡിൽ കമ്പനിയുടെ ചെലവ് അല്ലെങ്കിൽ എക്സ്പെൻസ് ഉയരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 2022 2,807.27 കോടി രൂപയിലുണ്ടായിരുന്ന കമ്പനിയുടെ എക്സ്പെൻസ് 2023 41% ഉയർന്ന് 3,965.38 കോടി രൂപയിൽ എത്തിയിരുന്നു. ഈ ഒരു ചെലവ് 2024 സാമ്പത്തിക വർഷത്തിൽ 38% വർധനയോടെ 5,456.39 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെയാണ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സൈഡിലെ മെയിൻ ഹൈലൈറ്റ് ആയി നമുക്ക് പറയാൻ സാധിക്കുക. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലേക്ക് കടക്കാം. റേഷ്യോ അനാലിസിസ് പ്രധാനമായും നോക്കുന്നത് പിയർ കമ്പനീസിന്റെ ഗ്രോത്തുമായി കമ്പനിയെ കമ്പയർ ചെയ്യാനാണ്. അതുമാത്രമല്ല മുൻ വർഷങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഗ്രോത്തിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാൻ കൂടിയാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്. ഒരു ബാങ്കോ മറ്റ് ധനകാര്യ സ്ഥാപനമോ എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ മെട്രിക് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അഥവാ NIM. 2022 4%, 2023 4.5% കമ്പനിയുടെ NIM. നിലവിൽ ഇത് 4.1% കാണിക്കുന്നത്. അതായത് കമ്പനി ഇപ്പോൾ എവരി 100 റുപ്പീസ് അസറ്റിന് മുകളിലും 4.1 റുപ്പീസ് വീതം ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് നേടുന്നു. 4%-ലധികം NIM എന്നത് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെ സംബന്ധിച്ച് നല്ലൊരു നമ്പറാണ്. ഇത് കമ്പനി ഇൻട്രസ്റ്റ് ഇൻകം എഫക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. കമ്പനിയുടെ കിട്ടാക്കടത്തെ സൂചിപ്പിക്കുന്നതാണ് NPA അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. കമ്പനി നൽകിയിട്ടുള്ള ലോണുകളിൽ നിന്നും ഡിഫോൾട്ട് എമൗണ്ട് 90 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചടയ്ക്കാതെ ഇരുന്നാൽ അത് NPA ആയി പരിഗണിക്കപ്പെടും. 2022 0.14% കമ്പനിയുടെ NPA. 2023 ഇത് 0.08% ആയി. നിലവിൽ കമ്പനിയുടെ NPA നോക്കുകയാണെങ്കിൽ 0.1%. ഫൈനാൻഷ്യൽ കമ്പനീസിനെ അപേക്ഷിച്ച് NPA കുറയുക എന്നത് ഒരു പോസിറ്റീവായ ഇൻഡിക്കേഷൻ ആണ് നൽകുന്നത്. അതായത് കമ്പനി പ്രൊവൈഡ് ചെയ്ത ലോണുകളിൽ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഡിഫോൾട്ടായി നിലനിൽക്കുന്നത്. ഇതൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്തും അതുപോലെ തന്നെ ക്രെഡിറ്റ് മാനേജ്മെന്റും ബെറ്റർ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും നോക്കേണ്ട മറ്റൊരു റേഷ്യോ ആണ് റിട്ടേൺ ഓൺ അസറ്റ്സ്. ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ച് ROA വ്യക്തമാക്കുന്നത് കമ്പനിയുടെ അസറ്റ്സ് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്നും അസറ്റിൽ നിന്നും എത്രത്തോളം എഫിഷ്യന്റ് ആയാണ് കമ്പനി ഏർണിങ്സ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുമാണ്. കമ്പനിയുടെ നിലവിലെ ROA പരിശോധിക്കുകയാണെങ്കിൽ 2.4%. 2023 ഇത് 2.3%, 2022 1.8% IPOക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിച്ചാൽ മികച്ച പ്രീമിയത്തോടെ കമ്പനി ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുൻപേ അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടേണ്ടതാണ്. മറ്റൊരു IPO അലേർട്സുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.